എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. നമ്മുടെ എല്ലാ വീടുകളിലും നിത്യമുള്ള ഒന്നാണ് വെളുത്തുള്ളി. ഈ ഒരു വെളുത്തുള്ളി കഴിച്ചാലാവട്ടെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും വെളുത്തുള്ളി വെച്ച് തന്നെയാണ്. വെളുത്തുള്ളി വെച്ചിട്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തരി പോലും വിനാഗിരിയും ചേരാത്ത നല്ലൊരു അച്ചാർ വീഡിയോ ആണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ എല്ലാവരും അച്ചാർ കഴിക്കാറുണ്ട്. അച്ചാർ കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വെളുത്തുള്ളി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ്. അപ്പോൾ എല്ലാവരുടെയും ഇഷ്ട വിഭവമായ വെളുത്തുള്ളി വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കിയാലോ. ഇനിയിപ്പോൾ അസിഡിറ്റിയെ പേടിക്കാതെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് അച്ചാർ കഴിക്കാവുന്നതുമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായിട്ട് നല്ലൊരു വെളുത്തുള്ളി അച്ചാർ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് നല്ലൊരു വെളുത്തുള്ളി അച്ചാർ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 50 ഗ്രാം അളവിൽ പിഴുപുളിയാണ്. ഈ പിഴുപുളി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് മാറ്റുവാണ്. തിളപ്പിച്ചെടുക്കാൻ ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുളി ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ പുളി ഇപ്പോൾ നല്ല പോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പുളിയുടെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. കട്ടകളെല്ലാം ഉടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പുളിവെള്ളത്തിന്റെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് പിഴിഞ്ഞുകൂടെ എടുത്തു വെക്കണം. പുളിവെള്ളം തിളപ്പിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. 1 കിലോ വെളുത്തുള്ളി നല്ലതുപോലെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിന്റെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തും എടുക്കുന്ന പാത്രങ്ങളും അതുപോലെ കുപ്പിയും കയ്യിലും അങ്ങനെയുള്ള എന്തോ ആകട്ടെ ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വേണം നമുക്ക് എടുക്കാനായിട്ടും. ഇനി വെളുത്തുള്ളി ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം മറ്റുള്ള ചേരുവകൾ കൂടെ നമുക്ക് എടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു 5 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും 5 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇന്നിപ്പോൾ ഞാനൊരു സ്റ്റീൽ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇനി പാനിലേക്ക് നമുക്ക് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്ന് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതും നല്ലെണ്ണയിൽ തന്നെയാണ്. ഒരു 100 ഗ്രാം അളവിലാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നല്ലെണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി പാനിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തത്. അഥവാ ഇനി തോല് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി 1/4 ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്ന വാളൻ പുളി ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പുളിയിൽ മണ്ണൊക്കെ ഉണ്ടാവും. അതൊന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ. വെളുത്തുള്ളി പാനിലേക്ക് ഇട്ട് 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളക്, കറിവേപ്പില ഇതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ വാടിക്കഴിഞ്ഞാൽ ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു സമയത്ത് വെളുത്തുള്ളിക്ക് ആവശ്യമായ കല്ലുപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. വാളൻപുളി തിളപ്പിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളകാണ്. ഇതുകൂടി ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇപ്പോൾ ഇതേ ഒരു കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം.
മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മറ്റുള്ള പൊടികൾ കൂടി നമുക്ക് എടുത്തു വെക്കാം. 2.5 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 1 സ്പൂൺ അളവില് കടുകുപരിപ്പ്, 1/4 ടീസ്പൂൺ അളവില് ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് കായപ്പൊടി, 2 ടീസ്പൂൺ അളവില് ശർക്കരപ്പൊടി. ഇത്രയും സംഭവങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം കടുക് പരിപ്പില്ലെങ്കിൽ നമ്മൾ ഈ വെളുത്തുള്ളി വഴറ്റുന്ന സമയത്ത് കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ പൊടികൾ വെളുത്തുള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അച്ചാറിലേക്ക് ഒരു തരി പോലും വിനാഗിരി ചേർക്കുന്നില്ല. വെളുത്തുള്ളി കഴിക്കുന്നത് തന്നെ കൊളസ്ട്രോളിനും അതുപോലെ തന്നെ അസിഡിറ്റി കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പൊടികളും കൂടി ചേർത്ത് വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പൊടികളും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നേരം വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളമാണ്. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ല കുറുകിയ പാകത്തിലേക്ക് ഇപ്പോൾ വെളുത്തുള്ളി അച്ചാർ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വെളുത്തുള്ളിയുടെ ഉപ്പ് പാകമാണെന്ന് നോക്കാം. ഈ ഒരു അച്ചാർ ഒരു 6 മാസക്കാലത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പാചകം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തണുത്ത് വരുന്നതിന് ശേഷം നമുക്ക് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പിഴുപുളിക്ക് പകരമായിട്ട് ഇതിലേക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി അച്ചാറിന് ചൂടാറി വന്നപ്പോൾ പുളിപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.